ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 1 രാജാക്കന്മാർ 14-ാം അധ്യായം നമ്മൾ വായിക്കുന്നു. 14-ാം അധ്യായത്തിൽ ജെറൊബെയാമിന് ദൈവം കൊടുക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. അവൻ ശലോമോൻ്റെ ദാസൻ്റെ മകനായിരുന്നു എന്ന് നമുക്കറിയാം. യെരോബെയാമിനെ തള്ളി ജെറൊബെയാമിനെ ദൈവം രാജാവാക്കി. എന്നാൽ അവൻ പൂജാഗിരികളെ ഉണ്ടാക്കുകയും ഇസ്രായേൽ പോയി ആരാധിക്കാൻ തക്കവണ്ണം ബഥേലിലും ദാനിലും കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിപ്പിക്കുകയും അകൃത്യങ്ങൾ ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ശിക്ഷയായി അവൻ്റെ മകൻ അബിയ എന്ന് പറയുന്ന അവൻ്റെ മകന് രോഗബാധിതനായി രാജാവിനടുത്ത എല്ലാ വൈദ്യന്മാരെ കൊണ്ടും ചികിത്സിപ്പിച്ചു. രോഗം ഭേദമാകുന്നില്ല. അപ്പോൾ കുട്ടിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി തൻ്റെ ഭാര്യയോട് അയാൾ പറയുന്നു, നീ വേഷപ്രച്ഛന്നയായി ഷീലോവിൽ അഹിയ ആ പ്രവാചകനടുക്കൽ നീ പോകണം. ഇവൻ രാജാവാകുമെന്ന് നേരത്തെ പ്രവചിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിനടുത്ത് ചെന്ന് ചോദിക്കുക, എൻ്റെ കുട്ടിക്ക് എന്ത് സംഭവിക്കും. അവൾ വേഷപ്രച്ഛന്നയായി പോകുന്നു. അപ്പോഴേക്കും ദൈവം അഹിയാവിന് അറിയിപ്പ് കൊടുത്തു, ഇതുപോലെ ജെറൊബെയാമിൻ്റെ ഭാര്യ വേഷം മാറി നിൻ്റെ അടുക്കൽ വരുന്നുണ്ട്, നീ അവളെ എൻ്റെ ഹിതം അറിയിക്കണം. അദ്ദേഹം വാർദ്ധക്യത്തിലായി കണ്ണ് മങ്ങിയിരിക്കുന്ന ഒരു സമയമാണ്. ഇവിടെ ചെന്ന് അകത്ത് പ്രവേശിച്ച ഉടനെ തന്നെ അഹിയ പ്രവാചകൻ പറഞ്ഞു, ജെറൊബെയാമിൻ്റെ ഭാര്യ നീ അകത്ത് വരിക. അവളോട് ചോദിക്കുന്നു, നീ എന്തിനാണ് ഈ നാടകം കളിക്കുന്നത്, നീ എന്തിനാണ് ഇങ്ങനെ അഭിനയിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ജെറൊബെയാമിനെ ദൈവം അങ്ങനെ കരുതി എന്ന് വിചാരിക്കുക. ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം അവനെ ഉയർത്തിക്കൊണ്ട് വന്നതാണ്. അവനൊരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ രാജകീയമായ അധികാരം അവന് കൊടുത്തതാണ്. എല്ലാ സൗഭാഗ്യങ്ങളും അധികാരങ്ങളും ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ദൈവത്തെ മറന്നു. അതിൻ്റെ ശിക്ഷയായിട്ടാണ് അവൻ്റെ മകന് രോഗം വന്നിരിക്കുന്നത്. അവൻ രക്ഷപ്പെടുകയില്ല. നീ ഇവിടുന്ന് തിരിച്ച് പട്ടണത്തിൽ ചെന്ന് കാലുകുത്തുന്നതിന് മുൻപ് അവൻ്റെ മരണം സംഭവിച്ചിരിക്കും എന്ന് പറഞ്ഞു. ദൈവം കൊടുത്തതായ എല്ലാ അനുഗ്രഹങ്ങളെയും ഇത് മറന്നുകൊണ്ട് ദൈവത്തിന് വിരോധമായി അവൻ ബലിപീഠങ്ങളെ പണിയുകയും സ്വന്തം ഇഷ്ടപ്രകാരം പുരോഹിതന്മാരെ അവിടെ നിയമിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ പരിണതഫലമായിട്ടാണ് അവൻ അങ്ങനെ സംഭവിക്കേണ്ടി വരുന്നത്. എന്നിട്ട് ദൈവം അഹിയ പ്രവാചക മുഖാന്തരം പറയുന്നു, ദാവീദിനെ പോലെ അവനാകുമെന്ന് ഞാൻ വിചാരിച്ചു. അവനൊരിക്കലും വിശ്വസ്തനായിരുന്നില്ല, അവൻ എന്നോട് അവിശ്വസ്തത കാണിച്ചവനാണ്. എന്നിട്ട് പറഞ്ഞു, ആ കുട്ടി മരിക്കും, അവനെ മാത്രം കല്ലറയിലടക്കാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കും. ബാക്കി എല്ലാവരും കല്ലറയിലടക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ബാക്കി എല്ലാവരും നശിച്ചു പോകും. ഈ കുട്ടിയിൽ അല്പം നന്മയുള്ളത് കൊണ്ട് അവന് നിങ്ങൾക്ക് മാന്യമായ ശവസംസ്കാരം നടത്താനുള്ള അവസരം ലഭിക്കുമെന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞതുപോലെ അവൾ ആ ഗ്രാമത്തിലേക്ക്, അവിടെ പട്ടണത്തിലേക്ക് ഒന്ന് പ്രവേശിച്ച ഉടനെ തന്നെ കുട്ടി മരിക്കുകയും ആ കുട്ടിയെ അവർ കൊണ്ടുവന്ന് സംസ്കരിക്കുകയും ചെയ്യുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് പറഞ്ഞു, ഇസ്രായേലിൽ ഞാൻ മറ്റൊരു രാജാവിനെ നിങ്ങൾക്കെതിരായിട്ട് ഞാൻ ഉയർത്തും, അവൻ നിങ്ങളെ ഇല്ലാതെയാക്കും. അങ്ങനെ നമ്മൾ 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ 22 വർഷം ഇവൻ രാജ്യം ഭരിച്ച ശേഷം ജെറൊബെയാം അവിടെ മരിക്കുകയാണ്. ഇനിയും 21 മുതലുള്ള വാക്യങ്ങളിൽ യഹൂദ രാജാവായ യെറൊബെയാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. മറുഭാഗത്ത് 2 ഗോത്രങ്ങളാണല്ലോ അദ്ദേഹത്തിനുള്ളത്, യഹൂദ ഗോത്രവും ബെന്യാമിൻ ഗോത്രവും. അദ്ദേഹം 17 വർഷം രാജ്യം ഭരിച്ചാൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവനും ദൈവത്തെ പ്രകോപിപ്പിക്കുകയും പൂജാഗിരികൾ പണിയുകയും അന്യദൈവങ്ങളെ ആരാധിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അവൻ്റെ നാട്ടിൽ പുരുഷ വേശ്യമാർ വരെ ഉണ്ടാകുന്ന സാഹചര്യം. എത്രമാത്രം അധാർമികമായി അവൻ്റെ കാലത്തെ രാജ്യം അധപതിച്ചതായി നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ്റെ കാലത്ത് ഭരണം ആരംഭിച്ച് 5-ാം വർഷം
ഈജിപ്റ്റ് രാജാവായ ഷിഷാക്ക് ജെറുസലേം ആക്രമിക്കുകയും ശലോമോൻ സ്വർണം കൊണ്ടുണ്ടാക്കിയതായ ആ പരിചകൾ മുഴുവൻ കൊണ്ടുപോവുകയും അതിന് പകരമായി ഇവൻ ഓടുകൾ കൊണ്ട് പരിചയം ഉണ്ടാക്കി വെക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുകയാണ്. പവനും ജെറോബിയാമും തമ്മിൽ ആയുഷ്കാലം മുഴുവൻ യുദ്ധത്തിലും യുദ്ധഭീഷണിയിലും കഴിയേണ്ടതായ സാഹചര്യം. കാരണം ദൈവം അവർ രണ്ടുപേരെയും രാജാവാക്കിയെങ്കിലും അവർ ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ദൈവം നമ്മളറിയാത്ത പല അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ ദൈവഹിത പ്രകാരം ജീവിക്കുകയാണെങ്കിൽ അതൊക്കെയും നമ്മുടെ തലമുറകൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇല്ല എങ്കിൽ അതൊക്കെ നഷ്ടപ്പെടുന്നതായ ഒരു സാഹചര്യം നമുക്കുണ്ടാകും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിളി നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളിക്ക് അനുയോജ്യമായ രീതിയിൽ ജീവിപ്പാൻ ദൈവമേ പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യെരോബെയാമിൻ്റെയും റഹബെയാമിൻ്റെയും ഒക്കെ ജീവിതം നമുക്ക് ഒരു നമ്മെക്കുറിച്ച് ഒക്കെ യഥാർത്ഥമായിട്ട് ചിന്തിക്കുവാൻ ഒരു മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു സുവിധനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.